എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സുകാരുടെ ഈ വർഷത്തെ ബേസിക് സയൻസിലെ കെമിസ്ട്രിയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കെമിസ്ട്രിക്ക് മുഴുവനായിട്ട് 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 1ഉം 2ഉം ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഇൻ aqueous solution can turn the color of red litmus paper to blue? അടിയിൽ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് സബ്സ്റ്റൻസ് ആണ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് എന്തെന്നാൽ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മഗ്നീഷ്യം ഓക്സൈഡ്. രണ്ടാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ക്യാരക്ടറിസ്റ്റിക്സും രണ്ടാമത്തെ കോളത്തിൽ മെറ്റൽസ് നൽകിയിട്ടുണ്ട്. അതിന് അടിയിൽ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നാമത്തെ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിൻ്റെ അനുബന്ധമായ മെറ്റല് സിൽവർ ആണ്. രണ്ടാമത്തത് സോഫ്റ്റ് മെറ്റല്. ഇതിൻ്റെ അനുബന്ധമായ ഉത്തരം ലിഥിയം. മൂന്നാമത്തത് മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഗാലിയം. അപ്പോൾ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇനി 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കുവാൻ പോകുന്നത്. അതിന് 2 മാർക്ക് വീതമാണ് ചോദ്യങ്ങൾക്ക് ഉള്ളത്. അതിൽ തന്നെ മൂന്നാമത്തെ ചോദ്യം റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നാമത്തെ പോയിന്റ് നോൺ മെറ്റൽസ് ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. രണ്ടാമത്തെ പോയിന്റ് നോൺ മെറ്റൽസ് ആർ ഡക്റ്റൈൽ, അതായത് ദേ ബ്രേക്ക് ഈസിലി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ക്രിസ്മസ് പരീക്ഷ ഉത്തരങ്ങൾ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആദ്യ കമൻ്റായി പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. മാക്സിമം അത് കൂടി കാണുവാൻ ശ്രമിക്കുക. ഇതുകൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാൻ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യന് 2 ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. അതിൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ എ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. റൈറ്റ് എനി 1 ഇൻസ്റ്റൻസ് വെർ ദ ഡക്റ്റിലിറ്റി ഓഫ് മെറ്റൽസ് ഈസ് യൂട്ടിലൈസ്ഡ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഡ്രാൺ ഇൻ ടു ദ തിൻ വയേഴ്സ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് കേബിൾസ്. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് മെറ്റൽസ് ടു മേക്ക് ലൈക്ക് ആംഗ്ലറ്റ്സ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എളുപ്പമാണ്. ദേ പ്രൊഡ്യൂസ് എ ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. അവർ കൂട്ടിമുട്ടുമ്പോൾ പ്രത്യേകമായൊരു റിംഗിങ് സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കാൻ എടുക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന് തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് എ എക്സാമ്പിൾ ഫ്രം ഡെയിലി ലൈഫ് ദാറ്റ് യൂട്ടിലൈസസ് ദ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കുക്കിംഗ് യൂട്ടൻസിൽസ് ലൈക്ക് അലുമിനിയം ഓർ സ്റ്റീൽ പാൻസ് വിച്ച് ക്വിക്ക്ലി ട്രാൻസ്ഫർ ഹീറ്റ് വൈൽ കുക്കിംഗ്. ബി ക്വസ്റ്റ്യൻ എന്തെന്നാൽ വൈ അലുമിനിയം ഫോയിൽ ഈസ് യൂസ്ഡ് ടു wrap ടാബ്ലറ്റ്സ് ആൻഡ് ഫുഡ് ഐറ്റംസ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അലുമിനിയം ഫോയിൽ ഈസ് യൂസ്ഡ് ടു wrap ടാബ്ലറ്റ്സ് ആൻഡ് ഫുഡ് ഐറ്റംസ് ബിക്കോസ് അലുമിനിയം ഡസ് നോട്ട് റിയാക്ട് ഈസിലി ആൻഡ് പ്രൊട്ടക്ട്സ് ദം ഫ്രം എയർ, മോയ്സ്ചർ ആൻഡ് ലൈറ്റ്. അഞ്ചാമത്തെ ചോദ്യം കാർബൺ ഡയോക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അതായത് കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒപ്പം പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു. ഇനി 2 ക്വസ്റ്റ്യൻസ് വായിക്കാം. എ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻസ്.
ഇതിൻ്റെ റിയാക്റ്റൻസ് എഴുതുവാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എഴുതുവാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എനർജി ഈസ് അബ്സോർബ്ഡ്. ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കോസ് സൺലൈറ്റ് ഈസ് യൂസ്ഡ്. ആറാമത്തെ ചോദ്യം എന്തെന്നാൽ, റൈറ്റ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഈച്ച് ഓഫ് ദ ഗിവൺ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് HCl ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ രണ്ട് സബ്സ്റ്റൻസ് നൽകിയിട്ടുണ്ട്. ഇത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സബ്സ്റ്റൻസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സിങ്ക് പീസസ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസും സോഡിയം കാർബണേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും ഉണ്ടാകും. ഏഴാമത്തെ ചോദ്യത്തിൽ ഒരു ടേബിള് നൽകിയിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനും ഉണ്ട്. ഇതിൽ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് സോഡിയം ആൻഡ് അയേൺ. സിമ്പിൾസിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് Na, B, Fe, C, അതായത് ലാറ്റിൻ നെയിമിൻ്റെ C നൈട്രിയം, D ഫെറം. എട്ടാമത്തെ ചോദ്യത്തിന് രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഇവിടെ 4 സൊല്യൂഷനും അതിൻ്റെ കറസ്പോണ്ടിങ് pH വാല്യൂയും നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സൊല്യൂഷൻ എമംഗ് ദീസ് ആസ് ഹൈയസ്റ്റ് അസിഡിക് നേച്ചർ? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സൊല്യൂഷൻ A, അതിൻ്റെ വാല്യൂ 2 ആണ്. ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ വിച്ച് സൊല്യൂഷൻ എമംഗ് ദീസ് വിൽ നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് എനി ലിറ്റ്മസ് പേപ്പർ? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, വാല്യൂ 7 ആണ്. ഇതിന് കാരണം അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയതുകൊണ്ടാണ്. എട്ടാമത്തെ ബി ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ഈസ് അക്വസ് സൊല്യൂഷൻ ഓഫ് നോൺ മെറ്റൽ ഓക്സൈഡ്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സൊല്യൂഷൻ 4. ബി ക്വസ്റ്റ്യൻ, വിച്ച് സൊല്യൂഷൻ എമംഗ് ദീസ് ഗീവ് ഷോസ് ഹൈയസ്റ്റ് ബേസിക് നേച്ചർ? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സൊല്യൂഷൻ 1, അതിൻ്റെ വാല്യൂ 10 ആണ്. ഇനി 9 മുതൽ 10 വരെയുള്ള 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുവാൻ പോകുന്നത്. അതിൽ തന്നെ 9ാമത്തെ ചോദ്യം 3 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അതിലെ കെമിക്കൽ നെയിംസ് എഴുതുവാനാണ് ചോദ്യം. എ ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് ദാറ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി? ഇതിൻ്റെ ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ബി ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ സബ്സ്റ്റൻസ് നോൺ ആസ് കോസ്റ്റിക് സോഡ? ഇതിൻ്റെ ഉത്തരം NaOH. സി ക്വസ്റ്റ്യൻ, ദ വൈറ്റ് precipitate ഫോംഡ് വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ? ഇതിൻ്റെ ഉത്തരം സിൽവർ ക്ലോറൈഡ്. 10ാമത്തെ ക്വസ്റ്റ്യനും 2 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഇവിടെ 10ാമത്തെ എ ക്വസ്റ്റ്യന് 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെ വായിച്ച് നോക്കി അതിലെ റീസൺസ് എഴുതാനാണ് ചോദ്യം. എ ക്വസ്റ്റ്യൻ എന്നാൽ സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കെറോസിൻ? ഇതിൻ്റെ റീസൺ എന്നാൽ സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കെറോസിൻ ബിക്കോസ് ദേ റിയാക്ട് വയലൻ്റ്ലി വിത്ത് എയർ ആൻഡ് വാട്ടർ ആൻഡ് കെറോസിൻ പ്രിവെൻറ്റ്സ് ദർ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ. ബി ക്വസ്റ്റ്യൻ, വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽസ് മോർ ഓഫ്റ്റൻ ദാൻ അയൺ വെസൽസ്? ഇതിൻ്റെ ഉത്തരം വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽ more often than iron vessels because stainless steel does not rust easily and is more durable. C question എന്തെന്നാൽ gold ornaments do not lose their luster even when exposed to air? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് gold ornaments do not lose their luster even when exposed to the air because gold does not react with air or moisture. ഇനി 10ാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ എ സബ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ്? ഇതിൻ്റെ ഉത്തരം എന്തെന്നാൽ 1ാമത്തെ മെത്തേഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്, 2ാമത്തെ മെത്തേഡ് ഗാൽവാനിസേഷൻ. ബി ക്വസ്റ്റ്യൻ, അയൺ ഒബ്ജക്റ്റ് യൂഷ്വലി റെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ആൻഡ് എയർ. റൈറ്റ് എനി അതർ ഫാക്ടേഴ്സ് വിച്ച് ആക്സലറേറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രസൻസ് ഓഫ് സാൾട്ട്സ് ഓർ ആസിഡ്സ് ലൈക്ക് സാൾട്ട് വാട്ടർ ആക്സലറേറ്റ്സ് റസ്റ്റിംഗ്.
അപ്പോൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ കെമിസ്ട്രിയുടെ മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.